ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല പഞ്ഞി പോലുള്ള ഗോതമ്പ് അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് ഗോതമ്പ് മാവ് മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇതിൽ തേങ്ങ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേഗത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പമൊക്കെ ഉണ്ടാക്കുന്ന അത്ര ടൈം നമുക്കിത് പുളിക്കാനൊന്നും വെക്കേണ്ട. ഒരു അരമുക്കാൽ മണിക്കൂർ കൊണ്ടൊക്കെ തന്നെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് കറിയില്ലാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഡേറ്റ് സിറപ്പോ അല്ലെങ്കിൽ ഹണി, ചോക്ലേറ്റ് സിറപ്പോ ഒക്കെ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ ഇതിനായിട്ട് ഇവിടെ അരക്കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. ഈസ്റ്റ് ഒന്ന് കുതിർക്കാൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആവാനായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. സ്നാക്കായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പഞ്ചസാരയുടെ അളവ് കുറച്ചും കൂടെ ഒന്ന് കൂടുതലായിട്ട് ചേർക്കണം. ഇതിലേക്ക് ഇനി 1 ടീസ്പൂൺ ഈസ്റ്റ് ചേർക്കാം. വെള്ളത്തിൻ്റെ ചൂട് കൂടി പോകരുത്. അങ്ങനെയാകുമ്പോൾ ഈസ്റ്റ് നന്നായിട്ടൊന്നും പൊങ്ങി കിട്ടില്ല. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 5-10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം. അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് ആക്റ്റീവായി വരും. ഞാൻ എടുത്തിട്ടുള്ളത് ആക്റ്റീവ് ഡ്രൈഡ് ഈസ്റ്റാണ്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. മാവിലേക്ക് തന്നെ നേരിട്ട് ചേർത്താൽ മതി. ഞാനിവിടെ 1 കപ്പ് ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ആണെങ്കിൽ ഒരു 2 നുള്ളൊക്കെ മതിയാവും. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈസ്റ്റ് നന്നായിട്ടൊന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ആ ഈസ്റ്റിൻ്റെ വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതേപോലെ കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മൊത്തത്തിൽ ഇതിലേക്ക് ഈ 1 കപ്പ് ഗോതമ്പ് മാവിന് 1.25 കപ്പിൽ കൂടുതൽ വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലോ തേങ്ങയോ ഒന്നും വേണ്ട. വേഗത്തിൽ ചെയ്തെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റുമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി പിന്നീട് വെള്ളം വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി അടച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്ന് നന്നായിട്ട് മാവൊക്കെ ഒന്ന് പുളിച്ചിട്ട് പൊങ്ങി വരണം. അപ്പോൾ ഞാനിത് ഓവനിലേക്ക് ഓവൻ ഓണാക്കിയിട്ട് ഡോറ് തുറന്നിട്ടിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ലൈറ്റിൻ്റെ ചെറിയൊരു ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇത് അരമണിക്കൂറായപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഗോതമ്പപ്പം ചുട്ടെടുക്കാനായിട്ട് 2 പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കുഞ്ഞി പാനും അതുപോലെ ഒരു വലിയ പാനും വെച്ചിട്ടുണ്ട്. കുഞ്ഞി പാനിൽ ആദ്യം ഒഴിച്ച് ചെയ്തിട്ട് വലിയ പാനിലേക്ക് കമഴ്ത്തിയിടുന്നുണ്ട്. ഇതല്ലാതെ നിങ്ങൾക്ക് നമ്മൾ ദോശയൊക്കെ ചുടുന്ന പോലെ തന്നെ ചുട്ടെടുക്കാവുന്നതാണ്. ഒരേ ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മാവിന് കൂടുതൽ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് ബട്ടർ ഒന്ന് ഈ ചൂടായ പാനിലേക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ തേച്ച് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഒരു സൈഡൊക്കെ ഒന്ന് ആയി വരുമ്പോൾ ഒന്ന് താഴ്ന്ന് നമുക്ക് ഇളക്കിയിടാൻ പറ്റുന്ന ആ ഒരു പാകമാകുമ്പോൾ ഇത് മറ്റേ പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ താഴ്ഭാഗമൊക്കെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇത് പാനിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ആ മറ്റേ ആദ്യം ചെയ്ത ഗോതമ്പപ്പം റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്തതും ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം ഇട്ടത് ഇതേപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മറിച്ചിട്ടിട്ട് 2 സൈഡും കുറച്ചൊന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. വൈകുന്നേരത്ത് ചായക്കൊപ്പം കഴിക്കാനായിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ ചോക്ലേറ്റിൻ്റെ സിറപ്പൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്ടമാവും. നല്ല പഞ്ഞി പോലുള്ള അപ്പമാണിത്. പിന്നെ കൂടുതലായിട്ട് എണ്ണയൊന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് കൊടുക്കാനും പറ്റും. അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം റെഡിയാക്കി എടുക്കാം.
അപ്പോൾ നല്ല പഞ്ഞി പോലുള്ള ഗോതമ്പപ്പമാണ്. നല്ല ഹെൽത്തി ആയിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, വേഗത്തിൽ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്താനായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.